ഇന്ത്യൻ ജനതയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ തീരുമാനമെടുക്കുന്നത്. ഇന്ത്യയിൽ അനായാസമായി ലഭിച്ചുകൊണ്ടിരുന്ന ഉപ്പിൽ അവർ നികുതി ചുമത്തുന്നു. അതായത് ഉപ്പിന്റെ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. രാജ്യമൊട്ടാകെ നിരവധി ആളുകൾ ഈ ഉപ്പിനെ വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഉപ്പിനെ ആശ്രയിച്ചായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല കലാപങ്ങളും രാജ്യമൊട്ടാകെ പൊട്ടിപ്പുറപ്പെടുന്നു. ഈ കലാപങ്ങൾ അത്രയും ബ്രിട്ടീഷുകാർ പ്രതീക്ഷിച്ചിരുന്നതാണ്. ബ്രിട്ടീഷുകാർക്ക് കൃത്യമായി അറിയായിരുന്നു എത്രത്തോളം അല്ലെങ്കിൽ എത്ര കാലത്തോളം ഈ കലാപങ്ങളൊക്കെ പോകുമെന്ന്. കാരണം അവർ വന്ന നാൾ മുതലേ ഒരുപാട് കലാപങ്ങൾ കാണുന്നതാണ്. ഇതിനൊന്നും അത്ര തന്നെ ആയുസില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയായിരുന്നു. അപ്പൊ നമ്മുടെ ബ്രിട്ടീഷുകാർ ക്രാന്തദർശിനികളാണെന്നും നമുക്ക് പറയാം. അതായത് അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അധിക നാളുകളൊന്നും ഈ കലാപങ്ങളും ഈ സമരമുറകളും നീണ്ടുപോയില്ല. പെട്ടെന്ന് തന്നെ ഇതെല്ലാം കെട്ടടങ്ങി. എന്നാൽ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവരത് ശ്രദ്ധിക്കുന്നത്. എന്താണെന്നോ, അങ്ങ് ഗുജറാത്തിൽ നിന്ന് ഒരു മാർച്ച് ആരംഭിക്കുന്നു. അത് സാധാരണഗതിയിലുള്ള ഒരു മാർച്ചല്ല, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കെട്ടടങ്ങുന്നതുമല്ല. അപ്പം മറ്റുള്ള മാർച്ചിൽ നിന്നുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ആ മാർച്ചിൽ വന്ന ആളുകളൊട്ടും തിരിച്ചു പോകുന്നില്ല, അതേപോലെ ഉള്ള ആളുകളൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല. അതായത് ആ മാർച്ച് നടത്തുന്നത് ഒരു സാധാരണ വ്യക്തിയല്ലെന്നത് തന്നെ. അങ്ങനെ ബ്രിട്ടീഷുകാർ പല രീതിയിലും ആ മാർച്ച് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഇതൊന്നും നടന്നില്ല. അപ്പൊ എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടി അങ്ങ് ഗുജറാത്തിലേക്ക് ബ്രിട്ടീഷുകാർ 2 ചാരന്മാരെ വിടുന്നു. ചാരന്മാരെ പണി എന്താ? സംഭവമൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കി വന്ന് ബ്രിട്ടീഷുകാരോട് പറയാം. അത് തന്നെ 2 ദിവസത്തിനുള്ളിൽ അവർ സംഭവമായി എത്തി. എന്താണോ, ആ മാർച്ച് നയിക്കുന്ന വ്യക്തി ഒരു അസാധാരണ വ്യക്തിയാണ്. ആരാണ്? ഒരു അസാധാരണ വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് ആ മാർച്ചിൽ പങ്കെടുത്തവരാരും തിരിച്ചു പോകാത്തതും ദിനം പ്രതി ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല വിധേനയും ബ്രിട്ടീഷുകാർ ആ അസാധാരണ വ്യക്തിത്വത്തെ പിടിച്ചുകെട്ടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. മാർച്ചിനെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ അസാധാരണ വ്യക്തിത്വത്തെ തകർക്കണം. പല വഴികളും പല മാർഗങ്ങളും ബ്രിട്ടീഷുകാർ പയറ്റിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. അവസാനമായി അവർ പയറ്റിയ ഒരു മാർഗമായിരുന്നു ആ അസാധാരണ വ്യക്തിക്ക് നേരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുക. അതുതന്നെ ചെയ്തു. അവസാനം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നു. ആ ഒരു സമയം അവർ ചിന്തിച്ചു പോലും കാണില്ല, തങ്ങളുടെ വേര് പറിച്ചെടുക്കാൻ അല്ലെങ്കിൽ തങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേരോടെ പിഴുതെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്, ഒരു അസാധാരണ വ്യക്തിയാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത്. നിരവധി കാര്യങ്ങളിൽ ഇന്ത്യ അന്ന് ലോക പ്രശസ്തമായിരുന്നു. തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, സംസ്കാരങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യ വൈവിധ്യമുള്ളവളായിരുന്നു എന്ന് പറയാം. ഇതുതന്നെയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു കാരണം. അങ്ങനെ യൂറോപ്പിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കരമാർഗത്തിലൂടെയായിരുന്നു. അങ്ങനെ കരമാർഗത്തിലൂടെ സാധനങ്ങൾ പോകുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റൂട്ടിന്റെ ദൈർഘ്യമാണ്. ഒരുപാട് സമയം അവിടെ ചെലവാക്കേണ്ടി വരുന്നു. ഇതുകൂടാതെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു സാധനം പല പ്രോസസ്സിലൂടെയാണ് അവരുടെ നാട്ടിൽ, അതായത് യൂറോപ്പിലെത്തുക. അങ്ങനെ പോകുമ്പോൾ അവിടെയെല്ലാം ആരുണ്ടാകും? ഇടനിലക്കാരുണ്ടാകും. അപ്പം ഇടനിലക്കാർ ഉണ്ടാകുന്ന സമയത്ത് യൂറോപ്പിൽ ഒരു സാധനം എത്തുമ്പോൾ അതിൻ്റെ വില 10 മടങ്ങായി കൂടുന്നു. കരമാർഗത്തിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് അധികം സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം പലപ്പോഴും ബ്രിട്ടീഷുകാർ മാത്രമല്ല യൂറോപ്പിലെ പല രാജ്യങ്ങളും എങ്ങനെ എളുപ്പത്തിൽ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് കൊണ്ടുപോകാമെന്ന് രഹസ്യമായി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ട പ്ലാനിങ്ങിനും അതികഠിനമായ യാത്രയ്ക്കും ശേഷം പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ കാലുകുത്തുന്നു. ആദ്യമായിട്ടായിരുന്നു ഒരു യൂറോപ്പ്, അതായത് ഒരു വിദേശി നമ്മുടെ ഇന്ത്യയിൽ കാലുകുത്തുന്നത്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലെ വ്യാപാരങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്.
ഇന്ത്യയുമായി നല്ലൊരു വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നു. നാട്ടുരാജ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വരവ് നന്നേ അങ്ങ് ബോധിച്ചു. കാരണം അവരുടെ കച്ചവടങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മേഖലയൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം വന്നതോടുകൂടെ ഡെവലപ്പായി വളർന്നു വന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ പോർച്ചുഗീസുകാരുടെ വ്യവസായശാലകളും വ്യാപാര കേന്ദ്രങ്ങളും ഉയർന്നു വന്നു. അപ്പൊ നമ്മുടെ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടെ ഈ കഥ അവസാനിക്കുന്നില്ല. പോർച്ചുഗീസുകാരെ തുടർന്ന് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും എല്ലാവരും എവിടേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് വരുന്നത്? ഇന്ത്യയുമായി നല്ലൊരു വ്യാപാര ബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേട്ടോ വരുന്നത്. ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ ഇന്ത്യയിൽ വന്നെങ്കിലും ഇന്ത്യയിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി, അതായത് കച്ചവട ആധിപത്യമാണേ പറയുന്നത്, അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കായിരുന്നു കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ സ്ഥാപിക്കുന്നു. അതിലൂടെ ഒരുപാട് ക്യാഷ് വരുമാനമൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഒരു സംതൃപ്തി ഇല്ല. ഇതൊന്നും പോരാ, ഇനിയും നമുക്ക് വേണം എന്ന ചിന്തയായിരുന്നു അവർക്കുള്ളത്. അപ്പം ഇതെങ്ങനെ നമുക്ക് നേടിയെടുക്കും, അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് എങ്ങനെ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യും എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. അങ്ങനെ ഈ ഉത്തരത്തിനായുള്ള ആലോചനയിലായിരുന്നു ഒരുപാട് കാലം അവരങ്ങട്. അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായൊരു സാമ്രാജ്യമായിരുന്നു നമ്മുടെ മുഗൾ സാമ്രാജ്യം, നമ്മുടെ ബാബറും അക്ബറൊക്കെ ഉള്ള സാമ്രാജ്യം കേട്ടോ. അപ്പം ആ ഒരു സാമ്രാജ്യം ഇന്ത്യയിൽ അങ്ങനെ ശക്തമായി മുന്നോട്ട് പോവായിരുന്നു. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ സാമ്രാജ്യം നേരിട്ടിരുന്നു. അതായത് തുടക്ക കാലഘട്ടത്തിൽ നല്ല രീതിയിലാണ് രാജ്യം മുന്നോട്ട് പോയതെങ്കിലും, നല്ല ഭരണസ്ഥിതികളൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിലും അവസാനമെത്തിയ ഭരണാധികാരികൾ പോരാ. അപ്പൊ എന്തു സംഭവിച്ചു? രാജ്യം ദുർബലമാവാൻ തുടങ്ങി. നമ്മുടെ ഖജനാവേ അങ്ങോട്ട് കാലിയാവാൻ തുടങ്ങി. എന്താ കാരണം? ഭരണാധികാരികളുടെ ധൂർത്തും അതേപോലെ തന്നെ കൂടെ നിൽക്കുന്ന സിമ്പതികളുടെ, അവരുടെ നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ, മന്ത്രിമാരെന്ന് പറയുന്ന, അവരുടെ അഴിമതിയും കാരണം തന്നെയാട്ടോ ഖജനാവ് ഫുള്ളും എന്ത് ചെയ്തു? കാലിയാവാൻ തുടങ്ങി. എന്തിന്? ഈ മുഗൾ രാജ്യത്തിന്റെ അവരുടെ കീഴിൽ ഒരുപാട് ചെറു രാജ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ, ചെറിയ പ്രദേശങ്ങളും ചെറു രാജ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അവരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള നാട്ടുരാജ്യങ്ങളുടെ സൈന്യത്തിനുള്ള സഹായം പോലും ഇവർക്ക് ചെയ്യാൻ പറ്റാതെ. അപ്പൊ ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന് മുഗൾ രാജാക്കന്മാർ തീരുമാനിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഒരു വഴി വേണം. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. കാരണം നമ്മളാണ് ഒരു അൾട്ടിമേറ്റ്, നമ്മളാണ് ഇനി ആരെ നമ്മുടെ അണ്ടറിലുള്ള നാട്ടുരാജാക്കന്മാർക്ക് സഹായം, എക്സ്പെഷ്യലി നമ്മുടെ സൈനിക സഹായം ഒക്കെ നൽകേണ്ടത്. പക്ഷെ നമുക്കതിനുള്ള കഴിവില്ല. അപ്പം ഇപ്പം കയ്യിൽ നിന്ന് പോയാൽ ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ല. കാരണം മുഗൾ രാജാക്കന്മാരെ റാഞ്ചാനായിട്ട് മറാത്ത രാജ്യം അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം നമ്മളിനി എവിടെ പോകും, സഹായത്തിനായി എവിടെ പോകും എന്നൊരു ആലോചനയിലായിരുന്നു അവരുണ്ടായത്. അങ്ങനെ തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറയാം. അവരെങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പക്കലിലേക്കാണ്. അപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ വരുമാനം മെച്ചപ്പെടുത്താനായിട്ട് എന്ത് മാർഗാണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയമായിരുന്നു. അതിനുത്തരം എന്താണെന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ്, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്നത് പോലെ എന്ത് സംഭവിച്ചു? മുഗൾ രാജ്യം തന്നെ ആരുടെ, നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പക്കലെത്തുകയാണ്. അവിടെ പോയിട്ട് സങ്കടങ്ങളെല്ലാം അങ്ങോട്ട് പറയും. ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല, അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ പറയും. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവര് വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയമാണേ. അപ്പൊ അവര്, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞങ്ങള് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാം. സഹായങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ സഹായങ്ങളാ? സൈനിക സഹായം ചെയ്യും, അതേപോലെ തന്നെ നാട്ടുരാജ്യങ്ങളെ കാര്യമൊക്കെ നമ്മൾ നോക്കിക്കോളാം, അവർക്ക് വേണ്ട സൈനിക സഹായമൊക്കെ നിങ്ങൾ ചെയ്തോളാം. ഇനി നിങ്ങൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുകയാണെങ്കിലും അവരിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ സംരക്ഷിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്തു തരും. പക്ഷെ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ചെറിയൊരു അപേക്ഷ ഉണ്ട്. എന്തുണ്ട്? ചെറിയൊരു അപേക്ഷ ഉണ്ട്. ഞങ്ങളെ രാജ്യത്ത് കുറച്ച് നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നുണ്ട്. ഏത് രാജ്യത്ത്? അങ്ങ് യൂറോപ്പിലെ ബ്രിട്ടനില്. അതേപോലെ ഒന്ന് ഇന്ത്യയിൽ പാസ്സാക്കണം. ചെറിയ നിയമ, വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു നിയമം. ഇത് കേട്ട മുഗൾ രാജാക്കന്മാരോ, ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ, അവർക്ക് തൊട്ട് കുഴപ്പമായി തോന്നില്ല. അവര് പറഞ്ഞു, ഓ നിങ്ങൾ നടപ്പിലായിക്കോളി, പോരെ, ബ്രിട്ടീഷുകാർക്ക് അത് പോരെ. അങ്ങനെ ആ ഒറ്റ വാക്കിന്മേൽ 200 വർഷക്കാലത്തോളം ആര്? ബ്രിട്ടീഷുകാർ അങ്ങടി ഇന്ത്യ ഭരിക്കുകയാണ്. തുടക്കകാലത്തില് അടിപൊളിയായിരുന്നു.
200 വർഷക്കാലം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് നേട്ടങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. റെയിൽവേ, പാലം, അതേപോലെ നമ്മളെ റോഡുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ നിർമ്മിക്കുന്നുണ്ട്. അതുപോരാതെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ആരംഭിക്കുന്നു, കോളേജുകൾ ആരംഭിക്കുന്നു, സ്കൂളുകൾ ആരംഭിക്കുന്നു, എന്തിന് നമ്മളെ കോടതി വരെ ആരംഭിക്കുന്നു, പുതിയ നിയമ സംഹിതകൾ കൊണ്ടുവരുന്നു. ഒക്കെ കിറുകൃത്യം, ചിട്ടമായ രീതി. എന്താ പറയുന്നത്? ഒക്കെ കിറുകൃത്യം. അങ്ങനെ നമ്മൾ നോക്കുമ്പം ബ്രിട്ടീഷുകാർ ചെയ്തതൊക്കെ എന്താ? അടിപൊളി അല്ലേ? സൂപ്പർ അല്ലേ? എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം ബ്രിട്ടീഷുകാർ അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷേ ഇതിന് മറ്റൊരു വശം ഉണ്ടായിരുന്നു. അതായത് പകൽ സമയങ്ങളിൽ പോലും ഇന്ത്യയിലെ സാധനങ്ങൾ അത്രയും അവരെങ്ങോട്ട് പോവുക? യൂറോപ്പിലേക്ക് കൊണ്ടുപോവുക. പകൽ കൊള്ളാന്ന് പറയാം. ഇന്ത്യക്കാരുടെ മുന്നിലൂടെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന സാധനങ്ങൾ, അതായത് നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയില്ലേ, അത് മൊത്തം റോ മെറ്റീരിയൽ മൊത്തം യൂറോപ്പിലേക്ക് കൊണ്ടുപോവുക. ഇന്ത്യക്കാർക്ക് അവിടെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. കാരണം മുഗൾ രാജാക്കന്മാർ ഓക്കെ പറഞ്ഞു തുടങ്ങിയതല്ലേ, അല്ലാതെ അവർ വന്നിട്ട് ഫോഴ്സ്ഫുള്ളി തുടങ്ങിയതല്ലല്ലോ. അങ്ങനെ ഇന്ത്യക്കാരെ ഇത് നോക്കി നിൽക്കാം. എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ എന്താ ഊറ്റി കൊണ്ടുപോവുകയാണ്. യൂറോപ്പ്, ബ്രിട്ടൻ ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു വരികയാണ്. അവസാനം എന്ത് സംഭവിക്കുക ചെയ്യുന്നത്? ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ കുറഞ്ഞു വരും. ഇന്ത്യയിലെ കർഷകർ അവരെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ആയിരുന്നു കൃഷി ചെയ്തിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ അത് മാറ്റിയിട്ട് അവർക്ക് ക്യാഷ് കിട്ടുന്ന, നമ്മളെ ക്യാഷ് ക്രോപ്സ് ഇല്ലേ, അവർക്ക് ക്യാഷ് കിട്ടുന്ന രീതിയിലുള്ള നമ്മളെ കോട്ടൺ പോലുള്ള കാര്യങ്ങൾ, ഇൻഡിഗോ പോലുള്ള കാര്യങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യാം. ഇത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യാം. അപ്പം നമ്മുടെ നാട്ടിൽ വരുത്തന്മാരായിട്ട് ഒരു വ്യാപാരത്തിന് വന്ന ആളുകൾ നമ്മളെ ഭരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ മൊത്തം ഭരിക്കാൻ തുടങ്ങിയാണ്. അപ്പം ഇന്ത്യയിൽ ഇങ്ങനെ ഭരണം നടത്തുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിലുള്ള ആളുകൾ ഫേസ് ചെയ്തിരുന്നു. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല, ഫുഡില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നു. ഒരുപാട് പ്രൊട്ടസ്റ്റുകളും ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിരുന്നു. ഇതൊന്നും എന്താണ് ഫലം കണ്ടില്ല എന്ന് നമുക്ക് പറയാം.